ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ അധികരിപ്പിക്കുക. ആ ദിക്റിനോളം മഹത്വം വേറെ എന്തിനാ ഉള്ളത്? ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ എന്നല്ലേ? ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവർക്ക് സ്വർഗ്ഗമല്ലാതെ എന്ത് കൂലിയാ ഞാൻ കൊടുക്കേണ്ടത്? അതുകൊണ്ട് ഈ മരിച്ചവർക്ക് 70,000 തഹ്ലീൽ അവർക്ക് സ്വർഗ്ഗം കിട്ടാൻ വേണ്ടി ചൊല്ലണം. നമ്മളും ചൊല്ലണം ഒരു 70,000 തഹ്ലീൽ. വേറെ ആരെങ്കിലും ഒക്കെ ചൊല്ലാനോ നമ്മൾ മരിക്കാനോ കാത്തുക്കണേനോ അവർ നമ്മളും ചൊല്ലി തീർക്കും ഒരു 70,000 തഹ്ലീൽ. തെളിവിന് പറ്റുന്ന ഹദീസും രേഖകളും ഒക്കെ ഉണ്ടല്ലോ. അതുണ്ട്. പിന്നെ ആ ചൊല്ലിയ ദിക്ർ വാട്സപ്പിലൊന്നും ഇടരുത്. കംപ്ലീറ്റ് ഇടണ്ട, എടി ഇടണ്ട, ഇവിടെ ചൊല്ലിയാൽ മതി. അത് ഭാര്യ അറിയണ്ട, എല്ലാം മുത്തുമണി അറിയണ്ട, അള്ളാഹ് മാത്രം അറിയുന്നത്. എന്തെങ്കിലും അള്ളാഹ് മാത്രം അറിയുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം എന്നല്ലേ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്നുള്ള ദിക്ർ, ഈ ദിക്റിന്റെ മഹത്വം എങ്ങനെയാ പറയുന്നറിയോ? 99 വലിയ ഏടുകൾ, തെറ്റുകുറ്റങ്ങളുടെ കൂമ്പാരമായിട്ടുള്ള ഏടുകൾ അയാളുടെ തട്ടില്, തിന്മയുടെ തട്ടിൽ വെക്കും. നാട്ടുകാരുടെ അഥവാ മഹ്ശറിൽ ഒരുമിച്ച് കൂടിയ സർവ്വ മനുഷ്യന്മാരും പറയും, ഹലക്ക, ഈ ചങ്ങായി പോയി, പരാജയപ്പെട്ടു, നശിച്ചുപോയി, ഉറപ്പായിട്ട് ഇയാൾ തോറ്റു, എന്താ ചെയ്യാം? അപ്പോഴാണ് അയാൾ ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ വരിക. അത് വരലോടുകൂടി അയാൾ വിജയിക്കും. കുറെ ദിക്റൊന്നും നമ്മൾ ആ അർത്ഥത്തിൽ ചൊല്ലുന്നില്ലെങ്കിലും ആ നിസ്കാര ശേഷമുള്ള അഫ്ളൽ ദിക്ർ ആ 10 ചൊല്ലുക കൃത്യമായിട്ട്. ഹദ്ദാദല്ല